മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്റെ യാത്രയിൽ ഞാൻ കണ്ടതാണ്. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ചുവന്ന നിറവും ഒക്കെയാണല്ലോ അവരുടെ അടയാളം. പക്ഷെ വളരെ പെട്ടെന്ന് ഗുരുവായൂരില് പച്ച നിറത്തിലാണ് സ്ഥാനാർത്ഥിയുടെ ചിഹ്നം പച്ച നിറത്തിലാണ്. അതെന്ത് പറ്റി? എന്തിനാണ് ഈ പൊറോട്ട നാടകം കളിക്കുന്നത്? നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, BJP NDA സ്ഥാനാർത്ഥിയാണ്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ 3 പേരാണ് പ്രധാനമായും മത്സരിക്കുന്നത്. മറ്റു 2 പേർ ആരാണ്? ഒരാൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്? ഭാരതത്തെ വിഭജിച്ചവരാണ്. ഭാരതത്തിൽ പാകിസ്ഥാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചവരാണ്. ഇപ്പോഴും അവരുടെ ശ്രമം പാകിസ്ഥാൻ ഉണ്ടാക്കാൻ തന്നെയാണ്. പാകിസ്ഥാന് വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് മതമാണ് 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 ഞങ്ങളുടെ മുഖമുദ്ര. പക്ഷെ അവരെ മതേതരത്വത്തിന്റെ വാദികളാക്കുന്നു. വാസ്തവത്തിൽ ഈ IUML എന്ന സംഘടന നടത്തുന്ന ഈ ഒരു സമീപനം, വിഘടനവാദത്തിന്റെ സമീപനം, അതുപോലെ മതപരമായ സമീപനം, ഇതിലൊക്കെ മനം നൊന്തുകൊണ്ട് IUMLുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകര്, CPMന്റെ പ്രവർത്തകര്, ഇവരെല്ലാം തന്നെ എനിക്ക് വോട്ട് രേഖപ്പെടുത്താം എന്താ പലതായിട്ട് പല രീതിയിലും അവർ പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും സൂചിപ്പിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ മതം പറയുന്നില്ല, ഞാൻ രാഷ്ട്രീയവും പറയുന്നില്ല. ഗുരുവായൂരിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഗുരുവായൂർ സംരക്ഷിക്കണം. 50 വർഷത്തെ ഈ കുത്തകയുണ്ടല്ലോ ഗുരുവായൂരിലെ, അത് പൊളിക്കണം. പക്ഷെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്റെ യാത്രയിൽ ഞാൻ കണ്ടതാണ്. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ചുവന്ന നിറവും ഒക്കെയാണല്ലോ അവരുടെ അടയാളം. പക്ഷെ വളരെ പെട്ടെന്ന് ഗുരുവായൂരില് പച്ച നിറത്തിലാണ് സ്ഥാനാർത്ഥിയുടെ ചിഹ്നം പച്ച നിറത്തിലാണ്. അതെന്ത് പറ്റി? എന്തിനാണ് ഈ പൊറോട്ട നാടകം കളിക്കുന്നത്? ഈ പ്രീണനം എന്തിനാണ്? അപ്പൊ ഈ പ്രീണനം കൊണ്ട് ഒരു സമൂഹത്തെ വഞ്ചിക്കുകയാണ്. ഇത് തുറന്നു പറഞ്ഞതുകൊണ്ടാണ് എനിക്കെതിരെ കേസ്. ഇത് തുറന്നു പറഞ്ഞതുകൊണ്ടാണ് എന്നെ കുരിശിൽ കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. എനിക്കൊരു വിഷമവുമില്ല. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ നല്ലവരായ സമ്മതിദായകർ, ഗുരുവായൂർ പൈതൃക മണ്ണിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നല്ലവരായ മനുഷ്യർ, നല്ലവരായ ഗുരുവായൂർ നിവാസികൾ എന്റെ കൂടെ ഉണ്ടാവും എന്ന ഉത്തമ വിശ്വാസമാണ് എനിക്കുള്ളത്. മറക്കരുത്, ബി ഗോപാലകൃഷ്ണൻ. എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം. താഴ്മയായി ഞാൻ അപേക്ഷിക്കുകയാണ്. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, എൻ്റെ റീൽസിൻ്റെ അടിയിൽ ചില കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിച്ചു. ആ കമൻറ്റുകളൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് മതമാണ് 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 പ്രശ്നം എന്നുള്ളതാണ്. എനിക്ക് അവരോട് പറയാനുള്ളത് വികസനമാണ് ആവശ്യം, വികസനമാണ് ആവശ്യം എന്നുള്ളതാണ്. ഏത് മതക്കാരൻ്റെ ആവശ്യമെന്ന് പറയുന്നത് സ്വന്തമായി കിടന്നുറങ്ങാൻ ഒരു വീട്, സ്വന്തമായി അവനൊരു ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് അതാണ്. അതുകൊണ്ട് എനിക്ക് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത് മതമല്ല പ്രശ്നം, വികസനമാണ് ആവശ്യം എന്നുള്ളതാണ്.